ഹലോ. അപ്പോൾ വഴുകിയ ഒരു പൂരവിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പൂരം വഴുകിയതല്ല കേട്ടോ, വീഡിയോ വഴുകിയതാണ്. അപ്പോൾ വീഡിയോ വഴുകാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് വയ്യായിരുന്നു, സുഖമില്ലായിരുന്നു, അത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയി വരുന്നു. ഇപ്പോൾ വേറെ ഒന്നല്ല, വായ്പുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നില്ല, അതാണ് മെയിനായിട്ട്. ക്ഷീണിച്ച് കുഴഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ സെറ്റായി വരുന്നു. അപ്പോൾ നമ്മൾ ഈ ചാലിശ്ശേരി പൂരത്തിന് തലേ ദിവസം എല്ലാ കൊല്ലം വാണിയ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ഇതിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ കുഞ്ഞിച്ചക്കന് ഷൂ വാങ്ങി. അവൻ്റെ ശിവരാത്രിക്ക് പോയിട്ട് അവൻ്റെ ചെരുപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു 150 രൂപയുടെ വെള്ള ഷൂ വാങ്ങിയിട്ട്, അടിപൊളി ഷൂ ആണ്. 150 രൂപ ആണെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ. അവിടുന്ന് പിന്നെ അച്ഛനും മോളും എന്തോ ഗെയിം കളിച്ചിട്ട് വട്ടപ്പാത്രമൊക്കെ കൊടുന്നു. അപ്പോൾ ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ തണുത്ത ബൂസ്റ്റ് കുടിച്ചു കേട്ടോ. തണുത്ത പാലും ബൂസ്റ്റൊക്കെ കൂടിയിട്ട് സംഭവം അടിപൊളിയാണ്. പക്ഷേ ഒരു ക്ലാസ്സിന് 60-70 ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഓരോ കൊമ്പൊക്കെ വെച്ച് നടന്നു. എനിക്ക് കഴിഞ്ഞ കൊല്ലം തന്നെ തോന്നുന്നു വിചാരിച്ചതായിരുന്നു അങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് വാങ്ങിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മളൊരു വെള്ള സംഭവമില്ലേ, ലൈറ്റ് കത്തുന്ന അങ്ങനെ റൗണ്ട് പോലത്തെ, കഴിഞ്ഞ വ്ളോഗിൽ കണ്ടവർക്ക് അറിയുണ്ടാവും, അങ്ങനത്തെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊമ്പുമ്മ കയറിയിട്ടോ. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. പിന്നെ പാറുട്ടി അമ്മയുടെ കൂടെ നേരത്തെ വാണിയം കാണാൻ വന്നു. എന്നതിൻ്റെ ശേഷം അവർ തിരിച്ച് വന്നിട്ടൊരു 11:30 ആകുമ്പോഴാട്ടോ ഞങ്ങൾ പോരുന്നത്. അപ്പോഴും പാറോട്ടിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവൾ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു അച്ഛമ്മയുടെ കൂടെ വന്നപ്പോൾ. അപ്പോൾ അത് കണ്ടപ്പോൾ ദേവുട്ടിക്കും വേണം പറഞ്ഞു. സംഭവം അത്ര നല്ലതൊന്നല്ല, ഒരുപാട് കെമിക്കലുള്ള സാധനം തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പൂരത്തിനൊക്കെ മാത്രമാണ് ഇത് ചെയ്യാറ്. 2 ദിവസം കഴിഞ്ഞാൽ മായും. അപ്പോൾ 2 ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പച്ച കുത്തിയിട്ടുണ്ട് ദേവുട്ടിയും പാറുട്ടിയും ഏട്ടന് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ നിർബന്ധിച്ചിട്ട് കുത്തിച്ചതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പൂവ് അടിപൊളിയല്ലേ വിചാരിച്ച് കുത്തിയതാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ക്ഷീണിച്ച് വന്നപ്പം പിന്നെ ഐസ്ക്രീം ഇല്ലാത്ത പൂരപ്പറമ്പില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഓരോ കോൺ ടോപ്പൊക്കെ വാങ്ങിക്കഴിച്ചു. എല്ലാവരും കൂടെ എന്ന് പറയുന്നത് ഏട്ടൻ്റെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. പിന്നെ വിനിതിയും സുഖം വന്നിട്ടുണ്ട്. അവരെ അവിടെയും ഇവിടെ കയറ്റി ഇടയ്ക്ക് കാണും ഇടയ്ക്ക് കാണില്ല, അങ്ങനെ ആയിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്നു. മീൻ പിന്നെ അച്ചമ്മയും പാറും കൂടി വന്ന സമയത്ത് തന്നെ സ്രാവും ഏട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണനും, അത് ഈ 3 മീനുകളാണ് നമുക്ക് നിർബന്ധമുള്ളത് വാണിയത്തിൽ. അതെല്ലാ കൊല്ലം വാങ്ങിക്കാറുള്ള കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവുട്ടിയുടെ തലമരിക്കുന്നതൊക്കെ എൻ്റെ തലമേക്ക് ചാടിയിട്ടാണ്. ഞാൻ അങ്ങനെ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കഴിഞ്ഞ കൊല്ലം ഞാൻ ആ റൗണ്ട് വെച്ചിട്ട് നടന്നിരുന്നു. പക്ഷെ നമ്മൾ കൊമ്പ് വെച്ചിട്ട് നടക്കുന്നത്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ പൂരവിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.